ലഹരി കച്ചവടത്തിന് വളർത്തുനായ്ക്കൾക്കും പരിശീലനം നൽകുന്ന മാഫിയ സംഘങ്ങൾ പോലീസിനെ കണ്ടാൽ ആക്രമിക്കാനുള്ള ട്രെയിനിങ് വരെയും നായ്ക്കൾക്ക് നൽകും. കോട്ടയത്ത് കഞ്ചാവ് വിൽപ്പനക്കാരനായ യുവാവിനെ പിടികൂടാനെത്തിയ പോലീസിനെ നായയെ അഴിച്ചുവിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. നഗരസഭ മുൻ കൗൺസിലറുടെ മകനാണ് വീട് വാടകയ്ക്കെടുത്ത് ലഹരി കച്ചവടം നടത്തിയത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി നായയുൾപ്പെടെ കീഴ്പ്പെടുത്തിയ ശേഷം MDMA പിടിച്ചെടുത്തു. എന്നാൽ പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. കോട്ടയം നട്ടാശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ രാത്രിയാണ് ഇവിടെ നിന്നും കഞ്ചാവും MDMAയും പിടികൂടുന്നത്. ഏതാണ്ട് 5 കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു, MDMA 5 ഗ്രാമും ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഈ വീട് ഒരു വാടക വീട് കേന്ദ്രീകരിച്ച് വ്യാപകമായി ലഹരി വിൽപ്പന നടക്കുന്നുവെന്ന് ജില്ലാ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. മുൻ നഗരസഭാ കൗൺസിലറായ രേഖ രാജേഷിന്റെ മകൻ സൂര്യനാണ് ഈ വീട് വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസിന് വിവരം ലഭിക്കുക. അതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തുകയുമായിരുന്നു ഉള്ളത്. എന്തായാലും വളരെ കൗതുകകരമായിട്ടുള്ളത്, നേരത്തെയും ഈ നായ വിൽപ്പനയുടെ മറവിൽ ഈ കഞ്ചാവ് വിൽപ്പനയും ലഹരി വിൽപ്പനയും നടത്തിയിരുന്നു കോട്ടയത്ത് കുമാരനെല്ലൂരിന് സമീപം. സമാനമായ രീതിയിൽ ഈ വീട്ടിലും നായകളെ, വലിയ അക്രമകാരികളായ നായകളെ വിട്ടുകൊണ്ടാണ്, അതിന്റെ മുറ്റത്തൊക്കെ വിട്ടുകൊണ്ടാണ്, മറ്റാരും കയറാത്ത രീതിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ വിൽപ്പന നടത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ പോലീസ് എത്തുമ്പോഴും ഈ നായയെ അഴിച്ചുവിട്ടിരുന്നു. തുടർന്ന് സാഹസികമായി ഈ നായയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഒരു മുറിയിൽ ഈ നായയെ അടച്ചിട്ട ശേഷമാണ് തുടർ പരിശോധനകളും മറ്റും നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്, ഒപ്പം തന്നെ നാർക്കോട്ടിക് സെല്ല് DYSP AJ തോമസ് ഉൾപ്പെടെയുള്ളവരുടെ സംഘം നടത്തിയ വലിയൊരു റെയ്ഡിലാണ് ഈ സംഭവങ്ങൾ കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള സ്വകാര്യ കോളേജുകളെ കേന്ദ്രീകരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ്, വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വാടക വീട് എടുത്തത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം.